السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه سيدنا ومولانا محمد. أما بعد. ഇപ്പം നമ്മൾ 67 പേജാണ്. അത്തത്വബീഖാത്തുൽ ഫിഖ്ഹിയ്യ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഈ പറഞ്ഞ കണക്കുകളെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വന്ന വ്യത്യസ്ത മസലകളിലേക്ക്. മസാഫത്തുൽ ഖസ്രി ഒന്നാമതായി ചർച്ച. ഖദ്ദറൂഹ, മസാഫത്തുൽ ഖസ്റിനെ അവർ കണക്കാക്കിയിരിക്കുന്നു ബിൽ വഖത്തി വബിൽ മിസാഹത്തി. ചിലപ്പോഴൊക്കെ അവർ വഖത്ത് കൊണ്ട് മസാഫത്തുൽ ഖസ്ർ കണക്കാക്കാറുണ്ട്. ഇത്ര സമയം സഞ്ചരിച്ചാലാണ് ഖസ്റാക്കുന്ന ദൂരം ഉണ്ടാവൽ. വബിൽ മിസാഹ, ഇത്ര അളത്തം, ഇത്ര ദൂരം എന്ന നിലക്കും അവർ കണക്കാക്കാറുണ്ട്. അമ്മാ ബിൽ വഖത്തി ഫഹിയ ഫി മദ്ഹബിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മർഹലതാനി. വഖത്ത് കൊണ്ട് പറയുകയാണെങ്കിൽ മർഹലത്താനി, രണ്ട് മർഹലയാണ്. വഹുമാ സൈറു യൗമൈനി ബിലാ ലൈല. വഖത്ത് കൊണ്ട് കണക്കാക്കുകയാണെങ്കിൽ രണ്ട് മർഹല എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ സഞ്ചാരം. ബിലാ ലൈലത്തില്ലാതെ 2 പകലുകൾ നടത്തും വെക്കാം. അപ്പോൾ 2 യൗമുകൾ, ഡേ ആണ്, നൈറ്റ് ഇല്ല എന്നർത്ഥം. മുഅ്തദിലൈനി, യൗമു മുഅ്തദിലായതായിരിക്കണം, അങ്ങനത്തെ 2 എണ്ണം. ഔ ലൈലത്തൈനി, 2 രാത്രികൾ, പകലില്ല. മുഅ്തദിലത്തൈനി, ആ 2 രാത്രി. അപ്പോൾ പകല് വിശ്രമിച്ചിട്ട് രാത്രിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ യാത്ര. അങ്ങനെയാണെങ്കിൽ മുഅ്തദിലത്തൈനിയായ 2 യാത്ര, അല്ലെങ്കിൽ മുഅ്തദിലൈനിയായ 2 യൗമും പകലുകൾ. ഇതാണ്. ചിലപ്പോൾ നഹാറും ലൈലൊക്കെ ചില ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം 12 മണിക്കൂറായിക്കൊള്ളൊന്നുമില്ലല്ലോ. അതാണ് നമ്മൾ മുഅ്തദിലൈനി എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ കണക്കാല് ഔ യൗമിൻ വ ലൈലത്തിൻ കദാലിക, അല്ലെങ്കിൽ യൗമുൽ ലൈലത്ത് 2 മുഅ്തദിലൈനിയാണ്. ഇങ്ങനെ ഒരു യൗമു ഒരു ലൈല. ഈ യാത്ര, ഈ സമയത്തുള്ള യാത്ര, ഇതാണ് മസാഫത്തുൽ ഖസ്ർ ഉണ്ടാകുന്ന യാത്ര. എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്? ഒറ്റ റോട്ട് ഓടിയിട്ടാണോ അത്ര സമയങ്ങൾ? അല്ല. ബിസൈരിൽ അസ്ഖാൽ. അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അസ്ഖാലിൻ്റെ സൈറ് കൊണ്ടുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ അൽ ഹവാനാത്തി അൽ മുസ്ഖലത്തി ബിൽ അഹ്മാലി. ഒട്ടകം എന്ന് പറയുന്നുണ്ട് കുറച്ച് കിതാബുകളൊക്കെ. ഹിംലുകൾ വഹിക്കപ്പെട്ട, ഭാരമാക്കപ്പെട്ട ഹവാനാത്തിൻ്റെ സഞ്ചാരം കൊണ്ട്. വദബീബുൽ അഖദാമി, മനുഷ്യൻ കുതിരപ്പുറത്ത് കയറിയിട്ടല്ല, പാദങ്ങളെ കൊണ്ടുള്ള ഇഴഞ്ഞിട്ടുള്ള നടത്തം. അല്ല ആദത്തനുസരിച്ചുള്ള നടത്തം. അൽ മുഅ്താദത്തി, ആദത്തുൽ മുഅ്താദത്ത് മിനൻ നുസൂലി. അത് ശരി. അൽ ആദത്തിൽ മുഅ്താദത്തി മിനൻ നുസൂലി വൽ ഇസ്തിറാഹത്തി വൽ അക്ലി വസ്സലാത്തി വനഹ്വിഹ. ആദത്ത് മുഅ്താദത്തനുസരിച്ചുള്ള ഇടയ്ക്കുള്ള ഇറങ്ങൽ, റാഹത്തെടുക്കൽ, ഭക്ഷണം കഴിക്കൽ, നിസ്കരിക്കൽ, മറക്കിരിക്കൽ, പല സംഗതികളുണ്ടാവില്ലേ നഹ്വിഹ, ഇതുപോലത്തത്. ഇതെല്ലാം കഴിച്ചിട്ട് ഇതെല്ലാമോടുകൂടെ നടന്ന് ഈ സമയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നടത്തമുണ്ടല്ലോ, അങ്ങനെയുള്ള നടത്തം കൊണ്ട് ഇത്ര കാലയളവ് നടക്കുക. അതിനിടയ്ക്ക് ഇതൊക്കെ കട്ട് ചെയ്യണം. നിസ്കാരത്തിൻ്റെ സമയം, ഫുഡിൻ്റെ സമയം, ഇസ്തിറാഹത്തിൻ്റെ സമയം, അയാളുടെ ആദത്തനുസരിച്ചുള്ളത്. ഇത്രയും സമയം സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു ദൂരമുണ്ടല്ലോ, അത്ര സമയം സഞ്ചരിക്കലാണ് മസാഫത്തുൽ ഖസ്ർ ഉണ്ടാകൽ. അങ്ങനെയാണ്. ഇതാണിപ്പോൾ സമയം കൊണ്ട് മസാഫത്തുൽ ഖസ്റിനെ കണക്കാക്കൽ. അമ്മാബിൽ മിസാഹ ഫൽ മർഹലത്തു ബരീദാനി. ഇനി മിസാഹത്ത് കൊണ്ട്, അളവ് കൊണ്ട് കണക്കാക്കുന്നതാണെങ്കിൽ മർഹല എന്ന് പറഞ്ഞാൽ 2 ബരീദുകളാണ്. ബരീദ് എന്ന് പറഞ്ഞാൽ 4 ഫർസഖാണ്. 2 ബരീദാണ്. ഒരു ബരീദ് 4 ഫർസഖുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. വൽ ഫർസഖു സലാസത്തു അമ്യാലിൻ ഹാഷിമിയ, ഒരു ഫർസഖ് 3 മീലുണ്ട്. അപ്പം 2 മർഹല സമാനിയത്തും വർബഉന മീലൻ ഹാഷിമിയത്തൻ, 48 മീലുകൾ ഉണ്ടാവണം. മീല് ഹാഷിമി എന്ന് പറഞ്ഞാലോ അത് 6000 ദിറാണ്. ഇതെല്ലാം മജ്മു എന്ന് കൊടുത്തതാണ് കേട്ടോ. മസാഫത്തുൽ ഖസ്രി നമ്മൾ പഠിച്ചതനുസരിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. മസാഫത്തുൽ ഖസ്ർ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. 48 മീല് ഹാഷിമി വേണമെന്ന് പറഞ്ഞല്ലോ. 1 മീല് ഹാഷിമി 6000 ദിറാണെന്ന് പറഞ്ഞല്ലോ. ഒരു ദിറാ എന്ന് പറഞ്ഞാൽ 46.1 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞല്ലോ.
അപ്പോൾ 48 ഇൻറ്റു 6000, 6000 എന്ന് പറഞ്ഞാൽ ദിറായുടെ എണ്ണമാണ് 6000. ഒരു മീൽ ഹാഷിമി എത്ര ദിറാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ 48 എണ്ണമാണ്, 48 മീൽ ഹാഷിമി ഉണ്ടല്ലോ. അപ്പോൾ ഒരു മീൽ ഹാഷിമി 6000 അപ്പോൾ അതുകൊണ്ട് ഗുണിച്ച് ഒരു ഒരു ദിറായ എന്ന് പറഞ്ഞാൽ 46.1. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഗുണിച്ച് സമം കിട്ടിയ ഉത്തരമാണത്. 100, 1000, 10,000, ലക്ഷം, 1,32,76,800 സെൻറ്റിമീറ്ററാണ് പറഞ്ഞത്. ഇതിനെ നമുക്ക് അവസാനത്തെ 2 സ്ഥാനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിന് മീറ്ററായി കിട്ടി. 100 സെൻറ്റിമീറ്റർ അല്ലേ ഒരു മീറ്ററായി കിട്ടി. അപ്പോൾ എത്ര മീറ്റർ? 1,32,168 മീറ്ററായി കിട്ടി. മീറ്ററുകളെ 1000 മീറ്ററാണല്ലോ കിലോമീറ്റർ. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സ്ഥാനം ഇപ്പുറം പിന്നെയാണ് 132,768 കിലോമീറ്ററാണ് കിട്ടി. 132 കിലോമീറ്ററും 768 മീറ്ററും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ 100, അതായത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഹരിച്ചപ്പം മീറ്റർ കിട്ടി, 1000 കൊണ്ട് ഹരിച്ചപ്പം കിലോമീറ്റർ കിട്ടി. വസബഖ അൻ ഹറർന, നമ്മൾ മുമ്പ് തഹരീറാക്കിയതാണ് അന്നൽ മീലൽ ഹാഷിമിയ 2,166 മീറ്ററാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഹത്താലൽ ഖൗലൈൻ ബിഅന്നഹു 4,000 ദിറാഇൻ ഔ 3,000 ദിറാഇൻ വ 500 ദിറാഇൻ. 4000 ആണ് എന്നുള്ള അഭിപ്രായം അനുസരിച്ച് അടക്കം, 3500 അഭിപ്രായം അനുസരിച്ച് അടക്കം, മറ്റേ 2 കൗലനുസരിച്ച് അലൽ ഖൗലൈനിൽ തന്നെ ആ 2 കൗലുണ്ടല്ലോ, 4000ൻ്റെയും 3500ൻ്റെയും കൗലനുസരിച്ചും നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ 2,166 എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 48 ഇൻറ്റു 2,166 അതിനായിരിക്കും ഈ ഉത്തരം. 1,32,168 എന്നായിരിക്കും ഉത്തരം. അപ്പോൾ 48 ഇൻറ്റു 2,166 സമം 1,32,168 മീറ്റർ. ഇതെല്ലാം നോക്കണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ കൗലനുസരിച്ചും അങ്ങനെയെന്ന് പറയാൻ കഴിയും, ഒരു ഖിലാഫ് അറിയാനില്ല. ഹാദ വഖദ് റജ്ജഹ ബഅദുൽ മുഅസ് ഹാദ ഐ ഖുദ് ഹാദ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ ചില മുഅസിരിങ്ങൾ തർജീഹാക്കിയിട്ടുണ്ട്. അന്ന മസാഫത്തുൽ ഖസ്രി 88,704 മീറ്ററാണ്. 88 കിലോമീറ്ററും 704 മീറ്ററും. ഇത് 88 കിലോമീറ്റർ ഇതില്ലോ എന്ന് പറയുന്നത് ഇത്രയാണ്. 88,704 കൃത്യമായിട്ട് ഉള്ള കിതാബിൽ അങ്ങനെയുള്ളത്. വഹുവ ബിഇതിബാരിഹി, ഈ ബഅദുൽ മുഅസ്സിരീൻ ഇത് പറഞ്ഞത് ബിഇതിബാരിഹി അൽ മീൽ അൽ ഹാഷിമിയ 4,000 ദിറാഇ. മീൽ ഹാഷിമി 4000 ദിറാ എന്നാണ് അവർ പരിഗണിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. വദ്ദിറാ 46.2 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് പരിഗണിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് തിരിയും ഓരോ കിതാബ് ഇപ്പുറം നോക്കിയപ്പോൾ തിരിഞ്ഞതാണ്. അത് കാണിച്ചു തരാമല്ലോ എങ്ങനെ കണക്കാക്കിയെന്നുള്ളത്. 88,704 ഹരിക്കണം 48 മീൽ ഹാഷിമി. അപ്പോൾ ഒരു മീൽ ഹാഷിമി എത്ര മീറ്ററാണെന്ന് കിട്ടി? 88,704 മീറ്ററാണ്. അപ്പോൾ ഒരു മീൽ ഹാഷിമി എത്ര മീറ്ററാണെന്ന് കിട്ടണമെങ്കിൽ 42 വെച്ചായല്ലോ. മസാഫത്തുൽ ഖസറിൻ്റെ മീറ്ററാണെന്നല്ലോ 88,704 പറഞ്ഞത്. അപ്പോൾ മസാഫത്തുൽ ഖസർ 48 അപ്പോൾ ഒരു മീൽ ഹാഷിമി ഓലെടുക്കൽ 1,858 മീറ്ററാണെന്നായി. 1,858 മീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ആക്കണ 2 പൂജ്യം എടുത്താൽ പോരാ. 1,84,800 സെൻറ്റിമീറ്ററാണെന്ന് മനസ്സിലായി. 1000 4000 കൊണ്ട് ഹരിച്ചപ്പോൾ 46.2 സെൻറ്റിമീറ്ററാണ് അതുപോലെ മനസ്സിലാക്കിയതെന്നും മനസ്സിലായി. ഇങ്ങനെ ഇപ്പോൾ പോക്ക് ഒരു മീൽ ഒരു ദിറായ് എന്ന് പറഞ്ഞാൽ 46.1 46.2 ഒലെടുക്കൽ 46.2 സെൻറ്റിമീറ്ററാണ്. അങ്ങനത്തെ 1,848 കൂടുമ്പോൾ തന്നെ ദിറായ് ഹഷിമി മീലിൻ്റെ ദിറാവുകൾ ആകും. ഹഷിമി മീലിൻ്റെ ദിറാവുകൾക്ക് എത്ര വേണമെന്നില്ല? 6000 വേണമെന്നില്ല, 4000 മതിയാകുന്നതാണ് അല്ലേ? അങ്ങനത്തെ 4000 മതിയാകുന്നതാണ്. അപ്പോൾ 4000 ദിറായ് മതി എന്നും ഒരു ദിറായ് 46.2 ആണ് എന്നും പറയുമ്പോൾ ഓലെടുക്കൽ അത് മീറ്റർ വൽക്കരിച്ച് കഴിഞ്ഞാൽ 1,848 ആയിരിക്കും എന്ന് മനസ്സിലായി. അതിനെ 48 കൊണ്ട് ഗുണിച്ചാൽ 88,704 കിട്ടുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് അമ്മ ഖദറു ദിറായി. അപ്പോൾ ദിറായിൻ്റെ ഖദർ ഫഖദ് റഅയ്ന തരീഖ് ഇസ്തിഖ്റാജിഹി, അത് ഇസ്തിഖ്റാജ് ചെയ്തത് നമ്മൾ കാണിച്ചു തന്നല്ലേ. ദിറാവൻ വറുബ് കൂടിയിട്ടാണ് 1,91,250 ക്യൂബിക് സെൻറ്റിമീറ്ററായി. അതിൻ്റെ
ക്യൂബ് റൂട്ട് എടുത്തു, എന്നിട്ട് കിട്ടിയതല്ലേ നമുക്ക് 46.1 ലാസ്റ്റ് അല്ലേ. നേരെ കിട്ടിയത് 57 സംതിങ് ആണ്. അത് ഇറാവിൻ്റെ റുബാണ്. അതിൽ നിന്ന് ഹുംസ് കട്ട് ചെയ്താൽ ഇറാവ് കിട്ടും. 46.1 എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ. അപ്പോൾ 46.2 എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇസ്തിഖ്റാജ് ചെയ്തിട്ട് 46.1 നമുക്ക് കാണിച്ചതാണല്ലോ. അന്നഹു 46.1 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടതാണ്. വമ്മ അതതു ദുർആനിൽ മീലുൽ ഹാഷിമി. അപ്പം മീൽ ഹാഷിമീൻ്റെ ദിറാവുകളുടെ എണ്ണം അത് 6000, ഇവിടെ 4000 ആക്കിയിട്ടുണ്ടല്ലോ. അത് ഫഖദ് ഖദ്ദറഹു ഫുഖഹാഉന, നമ്മളെ ഫുഖഹാവ് മീൽ ഹാഷിമിക്ക് എത്ര ദിറാവ് വേണമെന്ന് കണക്കാക്കി കഴിഞ്ഞതല്ലേ. കലിമാമിൻ നബവി റഹ്മത്തുള്ളാഹിനെ പോലെ മുഹർരിറിൽ മദ്ഹബി ശാഫിഈയായ വഗൈരിഹിയെ പോലെ ബിസിത്തത്തി ആലാഫി ദിറാവ് കൊണ്ട് കണക്കാക്കിയതല്ലേ. കമാ നഖൽന, നമ്മൾ ഉദ്ധരിച്ച് കണ്ടില്ലേ കിതാബിൽ നിന്ന്. ഫലാ സബീല ഇലാ തഗ്യീരിഹി. ഇമാം നബവി പറയാ മീൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ 6000 ദിറാണ്. പിന്നെ നമ്മൾ പറയാ 4000 എങ്ങനെ അറിയാം? ഒരു 6000 എന്ന് പറഞ്ഞില്ലേ. വഖദ് അഖറഹു ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഫി തുഹ്ഫത്തിഹി ഹൈതു ഖാൽ. അപ്പറഞ്ഞതിനെ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ അങ്ങനെ തന്നെ ശരിവെച്ച് പോവുകയും ചെയ്തില്ല. 6000 ദിറാൻ എന്നുള്ളതിനെ 6000 ദിറാൻ ഒരു മീൽ ഹാഷിമി ഇബ്നു ഹജർ തുഹ്ഫ അംഗീകരിക്കുകയും ചെയ്തില്ലേ. പിന്നെ നമ്മൾ മുഖല്ലിദീങ്ങളായ നമ്മളെങ്ങനെ ഇതിൽ പറയാ. ഫഹുവ 6000 ദിറാഇൻ തുഹ്ഫൻ്റെ ഭാരത്താണ്. അപ്പം മനസ്സിലായി മീൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ 6000 ദിറാണെന്ന്. കഥാ ഖാലൂഹുന, ഇവിടെ പോലെ അങ്ങനെയാണ് പറഞ്ഞത്. വയത്തുരില, അത് നേരത്തെ ചില ഇത് മാത്രം കണ്ടിട്ട് പോകും. നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചിരുന്നല്ലോ എന്നല്ലേ. വയത്തുരില അത് ഇത്ര അത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിക്കല്ലോ. ബാക്കി കുടിക്കക്ക് വയത്തുരില അതിന് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൽ ഹാഷിമിക്ക് 6000 ദിറാഅ് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്റാദ് വന്നിട്ടുണ്ട്. ബിഅന്നല്ലദീ സഹഹ ഇബ്നു അബ്ദുൽ ബർറി, ഇബ്നു അബ്ദുൽ ബർറ് മാലിക്കിയാണ് ഒരു ശരിയാക്കിയത്. വഹുവ, അത് എൻ്റെ ഖബർ വരും. ബിഅന്നല്ലദീ സഹഹഹു ഹുവൽ മുവാഫിഖൂൻ, അതിൻ്റെ ഇടയ്ക്ക് പറയാണ് ഒരു സഹിയാക്കത്തിലായിരുന്നോ അത്. വഹുവ 3000 ദിറാഇൻ വ 500, അത് 3500 എന്നുള്ളതാണ് ഒരു സഹിയാക്കിയത്. മിത്രതാജുമില്ല, അത് 3500 എന്നുള്ളതാണ് ഒരു സഹിയാക്കിയത്. അത് ഹുവൽ മുവാഫിഖു, ഒരു സഹിയാക്കിയതാണല്ലോ യോജിച്ചു വരുന്നത്. ലിമാ ദക്കറൂഹു, ആ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞതിനോട് യോജിച്ചു വരുന്നത്. ഓർ പറഞ്ഞ് 3500 കണക്കാന്നല്ലോ. എവിടെ പറഞ്ഞതിനോട് യോജിക്കുന്നത്? ഫി തഹദീദി മാ ബൈന മക്കത്ത വ മിനൻ, മക്കൻ്റെയും മിനൻ്റെയും ഇടയിൽ ഇത്ര മീലാണ്. വഹിയ മുസ്ദലിഫ, ഹിയ മക്കയിലേക്കാ. മക്കയുടെയും മുസ്ദലിഫയുടെ ഇടയിൽ ഇത്ര മീലാണ്. വഹിയ അറഫ, മക്കയുടെയും അറഫേൻ്റെ ഇടയിൽ ഇത്ര മീലാണ്. മക്ക വ തന്നൈമി, മക്കയുടെയും തന്നൈമിൻ്റെയും ഇടയിൽ ഇത്രയാണ്. വൽ മദീന വ ഖുബ, മദീനയുടെയും ഖുബായിൻ്റെയും ഇടയിൽ ഇത്ര മീലാണ്. ഉഹുദിൻ, ഉഹുദിൻ്റെയും ഇടയിൽ ബിൽ അംയാലി, മീലുകളെ കൊണ്ട് കണക്കാക്കിയിട്ടുണ്ട്. ഇത്ര മീലാണ് ഇത്ര മീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാകണമെങ്കിൽ, ഓല പറഞ്ഞത് ശരിയാകണമെങ്കിൽ മീല് എന്ന് പറഞ്ഞാൽ 4000 ദിറാണ് വെക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. കാരണം ഈ പറഞ്ഞ മക്ക പിന്നെ മിനൻ അല്ലെങ്കിൽ മക്ക മുസ്ദലിഫ ഇതിൻ്റെ ഇടയിൽ ഇത്ര മീലാണ് എന്ന് പോലും പറഞ്ഞു. എന്നിട്ട് ഒരു മീലാകാൻ വേണ്ടി നിങ്ങൾ 6000 ദിറാ അളക്കുകയും ചെയ്ത്. അങ്ങനെ അളന്നിട്ട് അത്ര മീലാകുമ്പോഴത്തേക്ക് നിങ്ങളപ്പുറത്തെ ദൂരം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മക്ക മുതൽ മുസ്ദലിഫ വരെയുള്ള ദൂരം കണക്കാക്കി ഇത്ര മീലാന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മീൽ ഉണ്ടാണെങ്കിൽ 6000 ദിറാ എന്നും പറഞ്ഞ് 6000 എത്തിയപ്പോൾ ഒരു മീല്, രണ്ടാമത്തെ 6000 ദിറാ, അത് 2 മീല് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ അപ്പറഞ്ഞ എണ്ണം മീലുകൾ കണക്കാക്കുമ്പോഴത്തേക്ക് മുസ്ദലിഫേൻ്റെ അപ്പുറത്തേക്ക് എത്തിപ്പിക്കുന്നുണ്ടാവും. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ 4000 ഒരു മീല്, 4000 ദിറാ 2 മീല്, മുസ്ദലിഫ റെഡി. അപ്പോൾ മുസ്ദലിഫ മക്കേൻ്റെ ഇടയിലായി. ഇങ്ങനെയാണെന്നുള്ള മനസ്സിലാകുന്നത്. അപ്പോൾ 4000 കണക്കാക്കിയാലേ ഓല് പറഞ്ഞതായിട്ട് ദൂരമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഓല് പറഞ്ഞ പ്ലേസ് വിട്ട് കടന്നു പോകുമല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു മീല് എന്ന് പറഞ്ഞാൽ ഇത്ര തോന വേണ്ടതില്ല. 4000 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മീല് എന്ന് പറയണം, എന്നാലേ അവർ പറഞ്ഞ ദൂരമായിട്ട് ഒക്കുള്ളൂ എന്ന് ദൈവം പറഞ്ഞത്. ഇങ്ങനെയാണ് ഇവരെ ഇത്റാദ് വന്നത്. അപ്പോൾ ഒരു മീലിന് ഇത്ര കൂടുതൽ ഇട്ടാൽ ഓല് പറഞ്ഞ കണക്കുമായിട്ട് തെറ്റും. ഒരു മീൽ എന്ന് പറയുമ്പോൾ 4000 ആകുമ്പോൾ തന്നെ ആകേണ്ടതുണ്ട്. എന്നാലേ ഒരു ബൈനഹു 50 മീലാണ് എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു മീൽ ഇത്ര തോനെ വലുപ്പമുണ്ടായാലും ശരിയാവില്ല. കാരണം നിങ്ങൾ അപ്പറഞ്ഞ ബൈന മക്ക മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ മുസ്ദലിഫേൻ്റെ എല്ലാം അപ്പുറത്തേക്കുണ്ടാവും കുറേ. അപ്പോൾ മീൽ എന്ന് പറഞ്ഞാൽ ഇത്ര എന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് തന്നെ മീൽ എന്ന് പറയേണ്ടതുണ്ടല്ലോ എന്നായി പറഞ്ഞത്. ഇങ്ങനെ ഇത്റാദ് പറഞ്ഞിട്ടുണ്ട്. വയുറദ്ദു, അത് മർദൂദാണ്. ഇതും കൂടി കേൾക്കണോ? വയുറദ്ദു, അത് മർദൂദാണ്. ആ ഇത്റാദ് മർദൂദാണ് എന്നും കൂടി കേട്ട് പോണോ? ബിഅന്നല്ലാഹിറ അന്നഹും ഫീ തിൽക്കൽ മസാഫാത്ത്,
അവർ ആ മസാഫത്തുകളിൽ ഈ പറഞ്ഞോല് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവർ ആ മസാഫത്തുകളിലെല്ലാം ഖല്ലദുൽ മുഹദ്ദിദീന ലഹ, ഈ ഫുഖഹാ പറഞ്ഞോലല്ലോ വേറെ ആരല്ലോ പറഞ്ഞത് തഖ്ദീർ ചെയ്തെന്നാണ് ലാഹിറായത്. ഇബ്നു ഹജർ തങ്ങൾക്ക് അങ്ങനെയാണ് ലാഹിറായ. ഒരു മക്കത്തെ മുദരിസാണ്, കുറേ കാലം ഒരു മക്കത്ത് തന്നെ പള്ളിക്കല മുദരിസാണ്. എന്നിട്ട് ഓർക്ക് മക്കിയ മുസ്തലിഫെല്ലാം കണ്ണിന് മുമ്പിലുള്ള സ്ഥലങ്ങളാണ്. ഖല്ലദുൽ മുഹദ്ദിദീന ലഹ, അത് കണക്കാക്കി അവർ തഖ്ലീദ് ചെയ്തെന്നാണ് ലാഹിറാകുന്നത്. മിൻ ഗൈരി ഇഖ്തിബാരിഹ, ഈ സ്ഥലങ്ങളൊന്നും അവർ പരിശോധിച്ചിട്ടില്ല, മസാഫത്തുകളൊന്നും പരിശോധിച്ചിട്ടില്ല. ലിബുദ്ദിഹാൻ ദിയാരിഹിം, അവരുടെ ദിയാറിനെ തൊട്ടുപോലും അത് ബഈദായ സ്ഥലങ്ങളാണ്, അതുകൊണ്ട് പോലും ചെക്ക് ചെയ്തിട്ടില്ല എന്നാ ലാഹിറാണ്. ബഈദായ സ്ഥലത്ത് നിന്ന് വന്നുകൂടെ എന്ന് ചോദിക്കണ്ട, അവിടെ ലാഹിർ എന്ന് പറഞ്ഞത്. അലാന്ന ബഅദൽ മുഹദ്ദിദീന, അജ്ജിന് ഏതായാലും വന്ന് കേട്ടോ, അജ്ജിന് ഒരു നടക്കുവാൻ നേരം ഉണ്ടാവും, അളക്കാൻ തിരക്കായിരിക്കൂലേ, അല്ലാഹു അലോ. അലാന്ന ബഅദൽ മുഹദ്ദിദീന എന്ന് മാത്രവുമല്ല, ചില കണക്കാക്കിയ ആളുകളൊക്കെ ഇഖ്തലഫു ബിദാലിക വഗൈരിഹി, ഇതിൽ ഇപ്പറഞ്ഞെടുത്ത് ഇപ്പോൾ കുറച്ച് നമ്മൾ എണ്ണിത്തന്നല്ലോ, ഇവകളിലും ഇവകളല്ലാത്തതിലൊക്കെ ഇഖ്തിലാഫൻ കസീറൻ, ഒരുപാട് ഇഖ്തിലാഫിലും ഉള്ളത്. കമാ ബയ്യൻതുഹു ഫി ഹാശിയത്തി ഇളാഹിൽ മുസന്നിഫ്, ഹാശിയത്തുൽ ഇളാഹ്, മുസന്നിഫിൻ്റെ ഇളാഹിൻ്റെ ഹാശിയയിൽ, ഹാശിയത്തുൽ ഇളാഹ് ബിൻ ചെറുതങ്ങൾ താപാണല്ലോ, അതിൽ ഞാനത് ബയാൻ ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കാവുന്നതാണ്. വഹീനൈദിൻ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫലാ യുആരിദു ദാലിക മാ ഹദ്ദദുഹു ഹുനാ വഖ്തബറുഹു, നമ്മൾ ഫുഖഹാ തഹദീദ് ചെയ്തിട്ടും ഇഖ്തിബാർ ചെയ്തിട്ടും പറഞ്ഞ ഒന്നിനോട് ഇത് മുആറദത്താകാൻ പറ്റൂല. ഇങ്ങനെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. വൈദാ ജുഇല ദിറാഉ ഫീ ഖൗലിൽ ഖായിലീന ബിഅന്നൽ മീലൽ ഹാഷിമിയ 4000 ദിറാഇൻ, അപ്പോൾ മീൽ ഹാഷിമി 4000 ദിറാണെന്ന് കൊണ്ട് കൗല് പറയുന്ന ആളുകളുടെ കൗലിലുള്ള ആ ദിറാ ആക്കപ്പെട്ടാൽ, 4000 ദിറാ എന്ന് പറയുന്ന പോലെ കൗലിലുള്ള ദിറാ ആക്കപ്പെട്ടാൽ, ദിറാൻ നജ്ജാർ ആക്കപ്പെട്ടാൽ, അമാറ ആഹു ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷർബീനി, പുതിയ ആളാണ്, നമ്മളെ ബന്നാനിൻ്റെ തഖ്രീർ എഴുതിയ ആൾ, ഹുറൂൽ ബഹിയൻ്റെ ഹാശിയ എഴുതിയ ആൾ, അവർക്ക് അങ്ങനെ ഒരു നിഗമനം, ഓരോ സാധ്യത പറഞ്ഞിട്ടുണ്ട്, അതാ ഉദ്ദേശിക്കുക അമാറ ആഹു കൊണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഫലാ ഖിലാഫ ബൈനൽ ഖൗലൈനി, രണ്ട് കൗലുടെ ഖിലാഫ് ഉണ്ടാവില്ല. കാരണം ദിറാഉൻ നജ്ജാർ എന്ന് പറഞ്ഞത് 1, ദിറാഉ ശറഈൻ്റെ 1.5 അപ്പോൾ 4000 ദിറാഉൻ നജ്ജാർ എന്ന് വെച്ച് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അരയും കൂടി കൂട്ടണം, അപ്പോൾ 4 × 6000 ആയി. അപ്പോൾ ഓല് ദിറാഉൻ നജ്ജാർ കൊണ്ട്, കാരണം അത് വലിയ പ്രസിദ്ധമായ ദിറാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ റെഡിയാവും. യഖൂലു ഫി ഹാശിയത്തിഹി അലൽ ഗുററിൽ ബഹിയ, ഗുററുൽ ബഹിയൻ്റെ ഹാശിയയിൽ പറയാണ് ഖൗലുഹു 6000 ദിറാ എന്ന ഖൗലാകുന്നത്. ഹദാ യുനാഫി മാ നുഖില അൻ ബഅദിഹിം മിൻ അന്നഹു 1000 ബാഇൻ, ചിലരൊക്കെ 1000 ബാ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെതിരാണല്ലോ ഇത്. കാരണം ബാഗ് 4 ദിറാ ആണല്ലോ, അപ്പോൾ 4000 ദിറാ അല്ലേ ആവുള്ളൂ. ലിഅന്നഹു യകൂനു മജ്മൂഉഹു അലാ ഹാദാ, കാരണം 1000 ബാഗ് എന്ന് പറഞ്ഞാൽ പിന്നെ മജ്മൂ 4000 ദിറാ ആണാകുക. ഇതിപ്പോൾ എതിരുണ്ടല്ലോ, 6000 4000 എതിരായല്ലോ. ഇല്ല യകൂന മുറാദുഹു ദിറാൻ നജ്ജാരി, ആ ബഅദ് പറഞ്ഞ 4000 ദിറാ എന്ന് പറഞ്ഞിടത്തോൽ ദിറാഉൻ നജ്ജാറാന്ന് വെച്ചുകൊടുത്താൽ ഒഴികെ അങ്ങനെ വെക്കേണ്ടി വരും. ഫയക്കൂന് ദിറാഉൻ നജ്ജാരി ദിറാൻ വനിസ്ഫൻ ആകുന്നതാണ് ബിഹാദ ദിറായി, നമ്മൾ ദിറാ കൊണ്ട് 1.5 ഓല ദിറാ. ഫൽഹറർ, അന്ന് നോക്കി ശരിയാക്കണം, അങ്ങനെ വെച്ചു കൊടുത്താൽ റെഡിയാവും. ഫൈദാക്കാന ദിറാവ്, ഖണ്ഡിതമായിട്ട് പറഞ്ഞ് നമ്മൾ പറയുന്നില്ല, ഒരു നിഗമനം പറഞ്ഞാൽ ഫൈദാക്കാന ദിറാഉൻ നജ്ജാരി ദിറാൻ വനിസ്ഫൻ, അപ്പോൾ ദിറാഉൻ നജ്ജാർ 1.5 എന്ന് വെച്ചാൽ, ഈ ദിറാ കൊണ്ട് 1.5 വെച്ചാൽ ഫതുസാവി 4000 മിൻ ദിറാഇൻ നജ്ജാരി, അപ്പോൾ ദിറാഉൻ നജ്ജാറിലെ 4000 6000 മിൻ ദിറാഇ ശറഈയ, ദിറാഇ ശറഈയുടെ 6000 ഒത്ത്. വകദാലിക ഖൗലു ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബറിൻ്റെ ഖൗലുണ്ടല്ലോ, മീൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ 3500 ആണെന്നുള്ളത്. ഫഇന്നഹ തുസാവി 6000 മിൻ ദിറാഇ ശറഈയ, അത് നമ്മൾ 6000 വെക്കൂ, 3500. ഫൈൻ ഇബ്നു അബ്ദുൽ ബറി അൽ മാലിക്കിയുൽ മദ്ഹബാണ്, കാരണം ഓർ മാലിക്കി മദ്ഹബാണല്ലോ. മാലിക്കിയത്ത് അവരുടെ കിതാബിൽ ഇബ്നു അബ്ദുൽ ബറിൻ്റെ ഖൗല് എടുത്തപ്പം പറഞ്ഞിട്ടുണ്ട് ദിറാ എന്ന് പറഞ്ഞാൽ 36 വിരലാണ്. ഫിഹിനി അന്ന ദിറാ ശറഈയത്ത് ഇൻദൽ ഖായിലിന ബി 6000 ദിറാ, 6000 ദിറാ എന്ന് പറഞ്ഞോലാണെങ്കിലോ 21 വിരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഞാൻ കാണിച്ചു തന്നതാണ്. ഫൽ മീലുൽ ഹാഷിമി ഇൻദഹും ജമീഅൻ സവാഉൻ, അപ്പോൾ എല്ലാടുക്കൽ സമായി. 3500 36 1,26,000. 6000 × 21 എന്ന് പറഞ്ഞാലോ, നമ്മളെടുക്കൽ ദിറാ 21 വരലാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 6000 × 21 നമ്മളെടുക്കൽ 6000 ദിറാ വേണം. അപ്പോൾ അതിന് 21 കൊണ്ട് ഗുണിച്ചാൽ ഇത്ര വിരലായി. അവരെടുക്കൽ 3500 36 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ അത്ര വിരലുമായി.
ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളൂ ഓല കിതാബിൽ അങ്ങനെ പറഞ്ഞിക്കണോ നോക്കിക്കോളി. ഖാലഫി മുഖ്തസരി ഖലീലിൻ ലിൽ ഖർശി അൽ മാലിക്കി കുല്ലു മീലിൻ 3500 3500 ദിറാഅ് എന്ന് പറഞ്ഞാൽ മാബൈന തൊറഫി തൊയ്യിൽ മിർഫഖിൻ്റെ മടക്കിൻ്റെയും വിരലിൻ്റെ നടുവിരലിൻ്റെ അറ്റം വരെയും കുല്ലു ദിറാഇൻ 36 വിരലാണ്. وكذلك في الفواكه الدباني على رسالة ابن أبي زيد الخيرواني وحاشية العدوي على شرح كفاية طالب الرباني. നമ്മളെടുക്കൽ 21 പറഞ്ഞു ഖാലബിൻ ഹജർ റഹിമഹുല്ലാഹ് വദിറാഉൽ യദില്ലദി ഹറർനാഹു 21 ഖിറാത്തൻ. ഖിറാത്ത് എന്ന് പറഞ്ഞ ഉസ്ബുആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലാ ഖിലാഫ ഫി അന്ന മസാഫത്തുൽ ഖസ്രി 48 മീലൻ ഹാശിമിയൻ 48 മീലാന്നുള്ളതിൽ ഖിലാഫില്ല. ഫലമാ ദക്കർന നജിദുൽ അഖ്വാല സലാസത കുല്ലഹ ല തുഫീദു മസാഫത്തൻ വാഹിദത്തൻ വഹിയ 132 728 മീറ്റർ ആണെന്ന് കിട്ടിയില്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കണക്കെല്ലാം നോക്കി നോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.